നല്ല സാധനം അതിനകത്ത് കിടക്കാൻ പ്രശ്നം. മനുഷ്യന്മാർ എന്തിനപ്പ ഇങ്ങനെ തുപ്പുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ആരെങ്കിലും തുപ്പിയാലോ മൂക്ക് ചീറ്റിയാലോ അത് മണ്ണിട്ട് മൂടി സൈഡിൽ മാറ്റണം. അതിലൂടെ ആളുകൾ നടന്നു പോയാൽ അതിലൂടെ ആ ആളുകൾക്ക് സൂക്ഷിക്കണം സൂക്ഷിക്കണം സൂക്ഷിക്കണം. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചേരിയ എത്ര നല്ല മഹത്തായ വഴി. അപ്പൊ ഞാൻ പറഞ്ഞു അലി റളിയല്ലാഹു തആല വാക്ക് അങ്ങോട്ട് പോയാൽ അത് ശുചിത്വം നമ്മുടെ ഇസ്ലാമുമായി വിഷയമായി ബന്ധപ്പെട്ടത് തന്നെ. നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ട തന്നെ ഈ രോഗത്തിന് പരിഹാരം എന്താണ്? വൃത്തിയാണ്. വൃത്തിയാണ്. ഈ വൃത്തി എന്ന് പറയുമ്പോൾ പരിസരം മാത്രം വൃത്തിയാക്കിയാൽ പോരാ, ശാരീരികമായ വൃത്തി കൂടെ നമുക്ക് വേണേ. എല്ലാവരും താടി പഠിച്ച് വൃത്തിയാക്കും, ശുദ്ധിയാക്കും. കക്ഷത്തിന്റെ മുടിയെടുക്കൂല, മുഖം മുറിക്കൂല, അവന്റെ ഗുഹ്യഭാഗത്തെ മുടി അവൻ നീക്കൂല, നീക്കം ചെയ്യൂല. അതിങ്ങനെ ഈ പറയുന്ന പുതിയ തണ്ടി കാട് പിടിച്ച് കയറി കിടക്കുന്ന പോലെ ഒരുമാതിരി ഇങ്ങനെ കാട് പിടിച്ചടക്കാം. അത് മനുഷ്യന്മാരെ ശ്രദ്ധിക്കാത്ത എന്തേ? 40 ദിവസത്തിനുള്ളിൽ അത് വൃത്തിയാക്കാത്തതുകൊണ്ട് നിസ്കാരത്തിന് അമാലിയത്ത് ഉണ്ടാവൂല, പൂർത്തീകരണം ഉണ്ടാവൂല. 40 days 40 ദിവസമാണ് ടൈം അല്ലാഹുവിന്റെ റസൂൽ തന്നിരിക്കുന്നത്. അപ്പൊ ആ 40 ദിവസത്തിനുള്ളിൽ ഇതാകുമ്പോ ബാത്റൂമിൽ കൊണ്ടുവച്ചിരിക്കുന്ന കണ്ണാടിയും വെച്ചിട്ടുണ്ട്, 2-3 ബ്ലേഡും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തോണ്ടി ഇരിക്കലല്ലേ, അത് പ്രശ്നമില്ല. തോണ്ടുമ്പോ ഇവിടെ ഉണ്ട് ഒരു വട്ട, ഇവിടെ ഉണ്ട് ഇങ്ങനെ. അതാരെന്താ തോണ്ടാത്ത? ആ കൈ ഇങ്ങോട്ടൊന്നും വെച്ചൂടെ? അതെന്തേ? ഇതായിട്ട് ഇങ്ങനെ പോലെ നഖം വെട്ടൂല, അതിനകത്ത് അഴുകിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പൂത്തിക്കളയാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വെട്ടണം. ഇതൊക്കെ 10 ഫിത്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫിത്രത്തിലുള്ളതാണ്. അതൊക്കെ അങ്ങോട്ടും പോകുന്നില്ല, സമയമില്ല, എല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗുഹ്യഭാഗത്തെ രോമങ്ങൾ നമ്മൾ നീക്കം ചെയ്യണം. 40 ദിവസത്തിനുള്ളിൽ അതെല്ലാം നീക്കം ചെയ്ത് ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ നമസ്കാരത്തിന് പൂർത്തീകരണം ഉണ്ടാവുള്ളൂ. അതൊക്കെ ശാരീരിക ശുദ്ധിയാണ്. പല്ല് തേക്കുന്ന സംസ്കാരം ആരാണ് പഠിപ്പിച്ചത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഖുംത ബില്ലൈലി ഫസ്തക്, രാത്രി നീ ഉറക്കൽ നിന്ന് എഴുന്നേറ്റാൽ പല്ല് തേക്കണേ, പല്ല് തേക്കണേ, പല്ല് തേക്കണേ എന്ന് പഠിപ്പിച്ച സംസ്കാരം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസ്കാരമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സംസ്കാരമാണ് പല്ലേക്കാൻ വേണ്ടിയിട്ട് സംസ്കാരം. പല്ലേക്കാതെ ഗൾഫിലൊക്കെ ഉണ്ട്, പല്ലേക്കൂല. അയക്കെന്ന് പറയുന്ന സാധനം ചുയിങ്കം വായിട്ടിട്ട് ഇങ്ങനെ രാവിലെ ഓഫീസിൽ പോകുന്നു. പല്ലേക്കാൻ വലിയ മടിയാണ്. അത് തെറ്റാ. ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് പല്ലു ഹോട്ടലിലൊക്കെ പോയി നിന്നിട്ട് ബില്ലും വെച്ചാണ് ഇയാളെ കുത്തിക്കൊണ്ടിരിക്കുക. വൃത്തികെട്ട മത്സ്യന്മാർ ബസ്സിൽ കയറുമ്പോ കുത്തിക്കൊണ്ടിരിക്കുക. ഇതെന്താ ഇത്? വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത്. ആളുകളുടെ മുന്നിലല്ല, അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്ത് പല്ല് കുത്തിക്കളണം, അഴുക്കുകൾ കുത്തിക്കളണം. അതിന് നമ്മൾ പല്ലുകളുടെ ഇടയിലുള്ള അഴുക്കുകൾ നിങ്ങൾ കുത്തിക്കളഞ്ഞ് ശുദ്ധിയാക്കണേ നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ അത് നാട്ടുകാരുടെ മുന്നിൽ കുത്തലല്ല വേണ്ടത്. ചില ആളുകളുടെ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കൈയ്യടുക. നാട്ടുകാരിങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ലേ? മനുഷ്യ വിവരമില്ലേ? നിനക്ക് വിവരമില്ലേ? നീ കഴിച്ചിട്ട് സംസ്കാരമില്ലേ? സംസ്കാരം പഠിപ്പിക്കുന്ന മതം ഇസ്ലാം. സംസ്കാരം പഠിപ്പിക്കുന്ന മതം ഇസ്ലാം. ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നീ തൊള്ള തുറന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. നമ്മളത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ചില ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ട്, ശബ്ദം ഇട്ടുകൊണ്ട് നിങ്ങൾ എന്താ തൊള്ളയിൽ കൈയിട്ട് എന്താ വായി കഴുകരുത്, നിങ്ങൾ കാർക്കിച്ച് തുപ്പരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വാഷ് ബേസിനടുത്ത്. അതേപോലെ ചില പള്ളികളുടെ ഹൗദിൽ വന്നിട്ട് ഇങ്ങനെ അതിലേക്ക് കൈയിട്ട് കഴുകുക. ഒതുകൊടുക്കുന്നിടത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തൊള്ളയിൽ വായിൽ കൈയിട്ടിട്ട് ഹൗദിൽ കൈയിട്ട് കഴുകാൻ പാടില്ല. ബഹുമാനമുള്ള സഹോദരൻ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിരുന്ന ശുദ്ധിയാണ്, സംസ്കാരമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പല്ല് തേക്കാൻ നബിയുനാ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എപ്പോൾ രാത്രി എഴുന്നേറ്റാലും മിസ്വാക്ക് ചെയ്യുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരെ, വൃത്തിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇത് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ദിനേന 5 പ്രാവശ്യം ശാരീരികമായ ശുദ്ധി വരുത്താൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. രാത്രി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുളിക്കാതെ കിടക്കല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ
തദ്ഖുലുൽ മലായിക ബൈതൻ ഫീഹാ ജുനുബുൻ വലാ കൽബുൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ആ വീട്ടിൽ വലിയ ശുദ്ധിക്കാരനും കുരയ്ക്കുന്ന കടിക്കുന്ന നായയുമുള്ള കാലത്തോളം ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? രാത്രി പരിപാടി കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഒതുവും കൂടി എടുത്തിട്ട് കിടക്കണം. അതാണ്. അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തുണ്ടാവൂല? മലക്ക്, റഹ്മത്തിന്റെ മലക്ക് വരൂല. പട്ടി നായയെ വളർത്തുന്ന വീട്ടിലും ആ നായയെ കുരയ്ക്കുന്ന നായ്, ആ നായുള്ള വീട്ടിലും ആരും വരൂല. മലക്കുകൾ ഇറങ്ങൂല. ഓ, രക്ഷപ്പെട്ടു. മലക്കുൽ മുഅ്തസിലായിൽ വരൂലല്ലോ, ഒരു പട്ടിയെ വളർത്തിയേക്കാ. മലക്കുൽ മുഅ്തസിലായിൽ എന്തായാലും വരൂല. ഇങ്ങനെ ഒരു മസല വിറ്റത് വലിയ ഹൈറായി. അത് മോൻ കളി വേറെ, ആള് കളി വേറെ, അത് വേറെ സാധനം. നീ പട്ടിയല്ല പന്നിയായിരുന്നാലും നീ ഏത് പത്തിരുന്നാലും ഞാൻ പീഡിച്ച് അപ്പഴെ കൊണ്ടാനുള്ള കഴിവ് അത് അള്ള വേറെ കൊടുത്തിട്ടുണ്ട്. ആ പണി അവിടെ നടക്കൂല. അതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കട്ടെ. ഇപ്പൊ നമുക്ക് എത്ര ശുദ്ധി ഇസ്ലാം പഠിപ്പിച്ചത് ആലോചിച്ച്. അപ്പൊ മനുഷ്യൻ ആരാണ്? അശക്തനാണ്. ഒരു കൊതുക് കടിക്കുമ്പോ, ഒരു മൂട്ട കടിക്കുമ്പോ അതിനെ നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അപ്പൊ അവനാരാ? സൂര്യന്റെ ചൂടിൽ മനുഷ്യൻ വേർത്ത് ബനിയൻ മാറ്റിയില്ലെങ്കിൽ, ഡ്രസ്സ് മാറ്റിയില്ലെങ്കിൽ, 2 ദിവസം കുളിച്ചില്ലെങ്കിൽ കശത്തുനിന്ന് അവിടുന്ന് വരുന്ന നാറ്റം, എന്താ സ്മെല്ല്! എത്ര വലിയ സുന്ദരി എന്ന് പറഞ്ഞാലും ഈ സാധനം അങ്ങോട്ട് അടിച്ചു വീശിയാൽ എന്റെ പൊന്നെ മിസ്രിലെ പെണ്ണെന്ന് പറഞ്ഞാൽ ദേവി ചെയ്ത് തൊള്ളുറക്കല്ലേ. അള്ളാഹുവാണ് സത്യം. ഞാൻ എത്ര വേണേലും പൈസ കിട്ടില്ല, കാണിക്കുകയും ചെയ്യും. തൊള്ളുറക്കല്ലേ എന്ന് പറയും. സൂര്യന്റെ ചൂട് കൊണ്ട് മനുഷ്യൻ ശരീരം വിയർത്തു പോയാൽ അവൻ ആരായി മാറും? മിസ്കിൻ. അത് നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ ഇവൻ ആരാണ്? മനുഷ്യൻ അശക്തനല്ലേ. അതുകൊണ്ട് തന്നെയാണ് പടച്ച തമ്പുരാൻ ഈ പരീക്ഷണങ്ങൾ നൽകിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഗ്രഹിക്കുന്നത് മനുഷ്യന് ഈ ലോകത്ത് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല മനുഷ്യൻ. അതാണ് 2ാമത്തെ പാഠം. പെട്ടെന്ന് പോട്ടെ. മൂന്നാമത്തെ പാഠം ഈ മുസീബത്തുകളും മാറാവ്യാധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ മനുഷ്യ നീ ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് പ്രതിഫലം ഉയർത്തി തരുന്നതിന് വേണ്ടി അത്രേ. നല്ല കൂലി അല്ലാഹു നിനക്ക് തരാനാണ് ഇതൊക്കെ അല്ലാഹു നിനക്ക് ഇങ്ങോട്ടിട്ട് തരുന്നത്. إنما يوفى الصابرون